നിങ്ങൾ ഈ ഒരു ഫ്രെയിം ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടി. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാണുന്ന പോലെ രണ്ട് സൈഡിലും പ്ലാന്റേഷൻസ് ആണ് റബ്ബറിന്റെ. അതിന്റെ ഇടയിൽ കൂടെയുള്ള ഈ ഒരു നാരോ റോഡിൽ കൂടെ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് തന്നെ പോകണം. അപ്പൊ നമ്മൾ ഈ പോകുന്ന സമയത്ത് ഈ വ്യൂ ഇത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഫീലിന്റെ ഇന്റൻസിറ്റി കൂട്ടുന്ന ഒരു വലിയ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് കണ്ടിട്ട് ഇതുവരെ മഴ പെയ്യാത്ത എന്താണെന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. കറക്റ്റ് മഴ പെയ്തു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ നേരെ നമ്മൾ അമ്പനാട് എൻട്രി പോയിന്റിലേക്ക് പോവാം. അങ്ങനെ കുറച്ച് മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇന്നാണ് ആ ദിവസം. ഞങ്ങൾ ഒരു കുഞ്ഞു ബൈക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്ത ദിവസം. രാവിലെ തന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കുള്ള കാഴ്ച ഇതാണ്. ഒരു മഴ പെയ്ത് തോന്നുന്ന നല്ല ബെസ്റ്റ് ക്ലൈമറ്റ്. അതിലെല്ലാത്തിലുപരി നമ്മുടെ R15 വീട്ടുമുറ്റത്ത് ഇതുപോലെ എന്തിനും റെഡിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയാതെ നമുക്ക് ഇറങ്ങാം. നമ്മളപ്പോൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പനാട് ഹിൽസ് ആണ്. ട്രിവാൻഡ്രത്ത് നിന്ന് തെങ്കാശി പോകുന്ന റൂട്ടിലാണ് ഈ ഒരു അമ്പനാട് ഹിൽസ് എന്ന് പറയുന്ന സ്പോട്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് നാൾ കൊണ്ട് റീൽസ് ഒക്കെ കണ്ട് എനിക്ക് അവിടെ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്നും ഞങ്ങൾ പോകുന്നത് ഞാനും എൻ്റെ ഒരു 3 ഫ്രണ്ട്സും കൂടെയാണ്. നമുക്ക് എന്തായാലും ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷം നോക്കാം. അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും മീറ്റ് ചെയ്തു. അവരെല്ലാവരും ഫ്യൂൽ അടിക്കാൻ കയറിയൊക്കെയാണ്. എൻ്റെ ബൈക്ക് പിന്നെ ഇന്നലെ ഫുൾ ടാങ്ക് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഫ്യൂൽ അടിച്ചില്ല. അവരെല്ലാവരും ഫ്യൂൽ അടിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി പോവുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓടിക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം ടു തെങ്കാശി റൂട്ടാണ്. അപ്പോൾ ഈ ഒരു റോഡ് വളരെ ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് ബൈക്ക് ഓടിക്കാൻ വേണ്ടി. പക്ഷെ കുറച്ച് കെയർഫുള്ളായിട്ട് ഓടിക്കുക. ഒരുപാട് ഹെവി വെഹിക്കിൾസ് പോകുന്ന റോഡാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ നല്ല കെയർഫുള്ളായിട്ട് തന്നെ ബൈക്ക് ഓടിക്കാൻ ശ്രമിക്കും. പിന്നെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനെ പരിചയപ്പെടാം. ഇത് അഭിജിത്തും അജിത്തിന്റെ വൈഫും ആണ്. പിന്നെ ഈ കാണുന്ന നമ്മുടെ ചക്കു ആണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ചക്കു എന്ത് വന്നാലും AGV ഹെൽമെറ്റ് വയ്ക്കാതെ ക്യാമറയുടെ ഫ്രണ്ടിൽ വരില്ല. ഇപ്പോൾ വൈസർ ഓപ്പൺ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ആള് മോൻ കാണിക്കാതെ പയ്യെ മുങ്ങിക്കളഞ്ഞ്. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ഇതുപോലെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അത്ര ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. നമ്മുടെ ഈ ഒരു മഴ സമയം കൂടെ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ഡൈവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു 13 കണ്ണര പാലം കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ അമ്പനാട് ഹിൽസ് ലെഫ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ബോർഡ് തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് ഒരു 15 കിലോമീറ്റേഴ്സ് ഉള്ളിലേക്ക് പോകണം. അവിടെയാണ് അമ്പനാട് ഹിൽസ് സ്പോട്ട് ഉള്ളത്. അപ്പം നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഉള്ളിലോട്ട് പോയിട്ട് എന്താണ് അവിടുത്തെ സീൻ എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഈ ഒരു ഡൈവേർഷനിൽ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ഫസ്റ്റ് കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ രണ്ട് സൈഡിലും പ്ലാന്റേഷൻസ് ആണ് റബ്ബറിന്റെ. അതിന്റെ ഇടയിൽ കൂടെയുള്ള ഈ ഒരു നാരോ റോഡിൽ കൂടെ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് തന്നെ പോകണം. അപ്പൊ നമ്മൾ ഈ പോകുന്ന സമയത്ത് ഈ വ്യൂ ഇത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഫീലിന്റെ ഇന്റൻസിറ്റി കൂട്ടുന്ന ഒരു വലിയ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സീരിയസ്ലി ഇപ്പോൾ ഉള്ള ഈ ഒരു ക്ലൈമറ്റ് ആണ്. നമ്മൾ വെയിലുള്ള സമയത്ത് വന്നാൽ ഇത്രയ്ക്ക് ഒരു സുഖം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ ഒരു ചെറിയ മഴയും ഈ ചെറിയൊരു തണുപ്പും എല്ലാം ഭയങ്കര ഫീലാണ്. പക്ഷേ നിങ്ങൾ എവിടെ പോകുന്നെങ്കിലും നിങ്ങൾ ഈ ഒരു ടൈം പോകുമ്പോഴത്തേക്കും വണ്ടി വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഓടിക്കണം. എല്ലാ സ്ഥലവും സ്ലിപ്പറി ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് ഓടിക്കുക. നമ്മൾ ഇവിടെ നിന്ന് നേരെ പോയിട്ട് നമ്മൾ ഫസ്റ്റ് ഇനി ഇതിൻ്റെ ഒരു എൻട്രി പോയിന്റ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അവിടുത്തെ പ്രോസസ്സ് എന്താണ് നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. ക്ലൈമറ്റ് കണ്ടിട്ട് ഇതുവരെ മഴ പെയ്യാത്ത എന്താണെന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. കറക്റ്റ് മഴ പെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് പോയില്ലെങ്കിൽ കംപ്ലീറ്റ് പണിയാവും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും റെയിൻ കോട്ടൊക്കെ ഇട്ട് റെഡിയായി. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പോകുന്നത് നേരെ അമ്പനാട് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ഡൈവേർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. ആൻഡ് യെസ്, ആ ഒരു വ്യൂ പോയിന്റ് എത്തി. ഇതാണ് ആ ഒരു വ്യൂ പോയിന്റ്. ഈ സ്ഥലത്തിന്റെ പേര് മാമ്പഴത്തറ എന്നാണ്. അപ്പോൾ ഇത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്കൊരു ഡൈവേർഷൻ എടുത്താൽ കാണാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ്. നമുക്കിവിടെ നിന്ന് നന്നായിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇതാണ്, താഴേക്കുള്ള വ്യൂ. ഏറ്റവും താഴെ നമുക്ക് ഏതോ ടൈപ്പ് പ്ലാന്റേഷൻസ് ഒക്കെ നമുക്ക് ദൂരെ കാണാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ നേരെ നമ്മൾ അമ്പനാട് എൻട്രി പോയിന്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് അവിടുത്തെ പ്രൊസീജിയർ കാര്യങ്ങളെന്നൊക്കെ. കുറച്ചു ദൂരം പോയപ്പോൾ വീണ്ടും നിർത്തേണ്ടി വന്നു. ബിക്കോസ് കോട മഞ്ഞിറങ്ങി വരുന്ന ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ടാ. ഇതുപോലെ മഞ്ഞിറങ്ങി വരുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ നിർത്താതിരിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നിർത്തി ബൈക്കിൻ്റെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ ഇനി വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നേരെ ഇനിയിപ്പോൾ ചെല്ലുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി പോയിന്റ് ആണ്. അപ്പോൾ നമ്മുടെ വഴി കംപ്ലീറ്റ് ഗൈഡ് ചെയ്യുന്നത് നമ്മുടെ ചക്കു ആണ്. ചക്കു മാത്രമാണ് ഇവിടെ മുമ്പ് വന്നിട്ടുള്ള ഒരേ ഒരാൾ.
ആൻഡ് യെസ്, നമ്മൾ എൻട്രി പോയിന്റിലെത്തി. ഇതാണ് അമ്പനാട് ഹിൽസിലോട്ടുള്ള എൻട്രി പോയിന്റ്. നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് അവിടുത്തെ ചേട്ടൻ തന്നെ നമുക്ക് പറഞ്ഞു തരും. വണ്ടി ഉൾപ്പെടെയാണോ സാർ? ഒരാൾക്ക് 100 രൂപ. ഒരാൾക്ക് 100 രൂപ. ഓക്കെ. ഇത് എത്ര സമയമാണ് കേട്ടോ ഇവിടെ? നമുക്ക് രാവിലെ എപ്പോൾ കയറാൻ പറ്റും? രാവിലെ 7:30 മണിയാണ്. 7:30 മണിക്ക് ഓപ്പൺ ആവും. 8 മണി. ഓക്കെ. പിന്നെ തിരിച്ച് ടൈമുണ്ടോ? ടൈമുണ്ട്. ഇരുട്ടാൻ മുമ്പ് ഇറങ്ങണം. അതേപോലെ എല്ലാവരും പറഞ്ഞില്ലേ, കാരണം വന്നിട്ട് ചിലപ്പോൾ 10 മണി 2 മണി നേരം 3 മണി നേരം കളിച്ചാൽ വരും. 4 മണി നേരം കളിച്ചാൽ വരാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും ഇവിടെ 100 റുപ്പീസാണ് കേട്ടോ ഒരാൾക്ക്. ഇപ്പോൾ വണ്ടി ഉൾപ്പെടെയാണല്ലേ കേട്ടോ? വണ്ടിക്കില്ല. ആൾക്ക് 100 രൂപ. വണ്ടിക്ക് കുഴപ്പമില്ല. കാറാണെങ്കിലും കേട്ടോ? കാറിനാണ് ഒരാൾക്ക് 100 രൂപ. ഓക്കെ ഓക്കെ. ഞാൻ വീഡിയോയിൽ ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ ചേട്ടൻ്റെ ഒരു സന്തോഷം കാണുമായിരുന്നു. പുള്ളി വന്ന് ഇതുപോലെ നമ്മുടെ സംസാരിച്ചിട്ടൊക്കെ പോയി. അപ്പോൾ അവിടെ നകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഇതുപോലെയാണ്, റൈറ്റിലേക്കാണ് നമുക്ക് ഫസ്റ്റ് ഡൈവേഷൻ പോകാൻ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് സ്ട്രൈറ്റ് നമുക്ക് ഉള്ളോട്ട് പോയി നോക്കാം എങ്ങനെയൊക്കെയാണ് വ്യൂ എന്നുള്ളത്. ഇവിടെ തന്നെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ബാക്കിലോട്ടുള്ള വ്യൂ നിങ്ങൾ നോക്കി, നൈസ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കിനി എന്തായാലും ഉള്ളോട്ട് പോയി നോക്കാം. അവിടെ നിന്ന് വീണ്ടും മുന്നിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു കുഞ്ഞു ജംഗ്ഷൻ എത്തി. ഇവിടെ നിന്ന് 3 റോഡ് ഡൈവേർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ചെറിയ ബോർഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണെന്നുള്ളത്. അത് മാത്രമല്ല, ഈ റൈറ്റ് സൈഡിൽ ഈ ഒരു ഹോട്ടലിൻ്റെ ബോർഡ് നിങ്ങൾക്ക് കാണാം. അവിടെ നിന്ന് മേളിലോട്ട് ഒരു വ്യൂ പോയിന്റിൻ്റെ ഡയറക്ഷനും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ലാസ്റ്റ് കയറാം. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ നിന്ന് ഏറ്റവും ലെഫ്റ്റിലേക്കുള്ള റോഡ് പോയിട്ട് എന്താണ് അവിടുത്തെ വ്യൂ എന്നുള്ളത് നോക്കാം. ആ ജംഗ്ഷനിൽ നിന്ന് നേരെ ലെഫ്റ്റ് എടുത്ത് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് കാണുന്നത് ഈ ഒരു കുഞ്ഞ് ചർച്ചാണ്. നിങ്ങളൊരു ഫ്രെയിം നോക്കിയാൽ തന്നെ മനസ്സിലാവും, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വ്യൂ ആണ്. അങ്ങനെ ഞാനിവിടെ കുറച്ച് സമയം നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഇനി ഇവിടെ നമ്മൾ നേരെ ഈ റൈറ്റിലേക്കുള്ള റോഡ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റ് ഓഫ് അമ്പനാട്. പക്ഷേ ഒരു ഡിസപ്പോയിന്റിങ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച പോലെ ഒരു കോടമഞ്ഞ് ഉണ്ടായില്ല. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിൽക്കാൻ നല്ല ഫീലാണ്. ആൻഡ് ക്യാമറ കണ്ടപ്പോഴേ ചക്കു ഓടിക്കളയുന്നുണ്ട്. അങ്ങനെ എനിക്കിവിടെ വന്നപ്പോഴത്തേക്കും വന്ന ഒരു ഫസ്റ്റ് മിസ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോടമഞ്ഞ് മാത്രമാണ്. ഇടയ്ക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സ്ഥലത്തൊക്കെ ആ കോടമഞ്ഞും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് കുറച്ചും കൂടെ ക്ലിയറായിട്ട് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. പിന്നെ ഈ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു യെല്ലോ കളർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും അപ്പുറത്തേക്ക് നിങ്ങൾ ഇറങ്ങാതിരിക്കുക, നല്ല റിസ്ക്കാണ്. താഴേക്ക് നല്ല താഴ്ചയുള്ള സ്ഥലങ്ങളാണ്. നിങ്ങൾ വരുന്നവർ എന്തായാലും ആ ഒരു മാർക്കിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് ഈ സ്ഥലമൊക്കെ എൻജോയ് ചെയ്തിട്ട് പോവുക. ആവശ്യമില്ലാത്ത റിസ്ക് ഒന്നും എടുക്കാതിരിക്കുക. നമുക്കിനി എന്തായാലും നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. പോയിട്ട് നമുക്ക് അവിടെ എന്താണ് കാണാനുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ, സെക്കൻഡ് വ്യൂ പോയിന്റ്. ഇതും ഇതുപോലെ തന്നെ ഒരു പാറയുടെ മേളിൽ നിന്നുള്ളൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. പക്ഷേ ഇവിടെയും ഡിസപ്പോയിന്റ് ഫാക്ടർ നമുക്ക് ആ ഒരു കോടമഞ്ഞ് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് അങ്ങോട്ട് കാണുന്ന റോഡ് പോയി കഴിഞ്ഞാൽ അച്ചൻകോവിൽ റോഡ് ചെന്ന് കയറാൻ പറ്റുന്ന റൂട്ടൊക്കെ ഇങ്ങനെ ചക്കു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ആരൊക്കെയോ ബ്ലാക്ക് പാന്തറിനെ സ്പോട്ട് ചെയ്ത സ്ഥലം എന്നൊക്കെ ചക്കു പറയുന്നുണ്ട്. എനിക്കിതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയത്തില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് ഇവിടെ വന്നപ്പോഴത്തേക്കും വന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വ്യൂവും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു മഞ്ഞിൻ്റെ ഫീൽ വലുതായിട്ടില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, അങ്ങ് ദൂരെ ഉള്ള മലകളിൽ ചെറിയ രീതിയിലൊരു ഫോഗി എഫക്റ്റ് കാണാം എന്നുള്ളതല്ലാതെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വെയിൽ തന്നെയാണ്. അങ്ങനെ അവിടെയെല്ലാം ഞങ്ങൾ കുറച്ച് സമയം കറങ്ങിയിട്ട് നേരെ തിരിച്ച് വീണ്ടും നമ്മൾ ആ ഒരു 3 ഡൈവേർഷൻ വരുന്ന ജംഗ്ഷനിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ റൈറ്റിലേക്കുള്ള റോഡാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു റോഡിൽ ടാറൊന്നും ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ഓഫ് റോഡാണ്. അപ്പോൾ R15 നൈസായിട്ട് തന്നെ ഇനി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്താണ് വ്യൂ പോയിന്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ട് എന്നാണ് പറയുന്നത്, നമുക്ക് എന്തായാലും കണ്ടിട്ട് വരാം. ഞാൻ ആക്ച്വലി ഇവിടെ വണ്ടി ഓടിച്ച് തുടങ്ങിയിട്ട് എനിക്ക് വന്ന ഒരു പോസിറ്റീവ് ഫീൽ എന്ന് വെച്ചാൽ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു. ഈ ഒരു സ്ഥലത്തിൻ്റെ ഈ ഒരു ഫ്രെയിം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്ക്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തൂടെ ഞാൻ ഇതിനു മുമ്പ് ബൈക്ക് അങ്ങനെ ഓടിച്ചിട്ടില്ല, എനിക്കതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ഥലത്തും ടാറിങ് ഒന്നുമില്ല. ഇത് കംപ്ലീറ്റ് ഈ തോട്ടത്തിൽ വരുന്ന ട്രാക്ടർ പോയിട്ടുള്ള ടയറിൻ്റെ പാടി കൂടെയാണ് ഞാൻ ഈ ബൈക്ക് ഓടിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ഫ്രെയിം ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടി, എനിക്ക് അത്രേ പറയാനുള്ളൂ.
ഡെഫിനറ്റ്ലി നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മെയ്യിലാണ്. കാണുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കമ്പൽസറി ആയിട്ട് നിങ്ങൾ ജൂണിൽ ഇവിടെ വരണം. എൻ്റെ ഒരു സ്ട്രോങ് റെക്കമെൻഡേഷനാണ്. വന്ന് ഇവിടെ ബൈക്ക് ഓടിച്ച് നോക്കുക. മഴ സമയത്ത് ഇവിടെ വാ. പിന്നെ ഒറ്റയ്ക്ക് വരാതിരിക്കുക. ഡെഫിനറ്റ്ലി ആരെങ്കിലുമൊക്കെ കൂടെ തന്നെ വരിക. ഇവിടെ അല്ലെങ്കിൽ അങ്ങനെ ഒറ്റപ്പെട്ട് പോകാനുള്ള ചാൻസ് കുറവാണ്. കാര്യം എല്ലാം വഴികളും നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്ത സ്ഥലങ്ങളിൽ ചെന്ന് കയറാം. സ്റ്റിൽ ഇതുപോലെ കാടിൻ്റെ അകത്തൂടെയുള്ള വഴിയായതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെഫിനറ്റ്ലി ആരെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് തന്നെ വരിക. അല്ലാതെ ഇവിടെ ഒരിക്കലും ഒറ്റയ്ക്ക് വരാൻ നിൽക്കാതിരിക്കുക. നമ്മുടെ കയ്യിലൊരു ബൈക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ജൂൺ സമയത്ത്, ഈ ഒരു മഴ സമയത്ത് ഇവിടെ വന്ന് ഇതുവഴി ഒന്ന് ബൈക്ക് ഓടിച്ച് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഫീൽ ചെയ്യും. എനിക്കിവിടെ ഈ ഒരു സമയത്ത് ചെറിയ മഴയുണ്ട്, ചെറിയ മഴ, ആ ഒരു തണുത്ത കാറ്റുമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു ഫോഗ് മാത്രമാണ് ഞാൻ മിസ് ചെയ്യുന്നത്. അതും കൂടെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതുവഴി നമ്മൾ നേരെ ചെന്ന് കയറുന്നത് വേറൊരു സ്പോട്ടിലാണ്. അവിടെ എനിക്ക് ആക്ച്വലി വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ വിട്ടുപോയി. അവിടെ നിന്ന് ഇപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ആനച്ചാടി വഴി തെങ്കാശിയിലോട്ടുള്ള ഒരു റൂട്ടിലാണ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ എടുത്തൊരു ഫുട്ടേജാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ളൊരു വ്യൂ പോയിന്റ് ആണിത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫുള്ള് ഈ ഒരു റോഡിൻ്റെ സൈഡിൽ ഈ ഒരു റെഡ് കളറിലെ ഫ്ലവേഴ്സ് വീഴുന്ന ഈ ഒരു മരമാണ് ഇവിടെ കൂടുതലുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ അപ്പുറത്തെ മലയിൽ നോക്കിയാലും കാണാം, ഈ ഒരു റെഡ് കളർ കാണുന്ന സ്ഥലം എല്ലാം റോഡാണ്. റോഡിൻ്റെ സൈഡിലെല്ലാം ഈ മരമാണ്. ഇതുവഴി നമ്മൾ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഈ റോഡ് കംപ്ലീറ്റ് ഈ ഒരു റെഡ് കളർ പൂവ് ഇങ്ങനെ വീണ് കാണിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ അവിടെ വെച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ളത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ പോകുന്നത് തെങ്കാശിയിലോട്ടാണ്. തെങ്കാശി നമ്മുടെ തിരുമല കോവിലേക്കാണ് പോകുന്നത്. അവിടെയും പോയിട്ട് നമ്മൾ പിന്നെ നേരെ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും നേരെ തെങ്കാശിയിലോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതെല്ലാം കണ്ടിട്ട് ഇറങ്ങി തിരിച്ച് ഞങ്ങൾ തെങ്കാശിയിലോട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റൂട്ടിലെ രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ തോട്ടങ്ങളാണ്. അപ്പോൾ ഈ ഒരു വ്യൂ നിങ്ങൾ കാണാം. ഈ ഒരു മലയുടെ സൈഡ് കംപ്ലീറ്റ് പൈനാപ്പിളിൻ്റെ കൃഷിയാണ്. അങ്ങനെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓൾ ടുഗെദർ അമ്പനാടിനെ പറ്റി പറയാനുള്ളത്, ഡെഫിനറ്റ്ലി ഒരു വൺ ടൈം വന്ന് കണ്ടിട്ട് പോകാനുള്ള നല്ലൊരു സ്പോട്ട് തന്നെയാണ്, കണ്ടിരിക്കേണ്ട സ്പോട്ട് തന്നെയാണ്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റാണ്. ആക്ച്വലി ഞങ്ങളിപ്പോൾ അത് നോക്കി തന്നെയാണ് ഈ ഒരു ടൈമിൽ വന്നത്. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ആ ഒരു കോടമഞ്ഞിൻ്റെ ആ ഒരു ഫീല് കിട്ടിയില്ല. അപ്പോൾ നിങ്ങളെന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജൂൺ സമയത്ത് ഒരു ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഡെഫിനറ്റ്ലി വരിക, എന്തായാലും കോടമഞ്ഞുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് ഈ ഒരു സ്ഥലം കാണാനായിട്ടുള്ള ബ്യൂട്ടി ഒരു രക്ഷയുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള വ്യൂ ഒക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വൺ ടൈം ബൈക്ക് എടുത്തിട്ട് ഇവിടെ വരിക, വന്ന് ഇതൊക്കെ കണ്ടിട്ട് പോവാം. പിന്നെ പോകുന്ന വഴിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്തു നമ്മുടെ R15 വേർഷൻ 3 ഓടിക്കാൻ അടിപൊളിയാണ്. ഇപ്പോൾ ഈ ബൈക്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷനാണ്. പ്രോപ്പർ സെറ്റപ്പിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഫ്രണ്ട് ഫോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ പാർക്കല്ലുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഓടിച്ചിട്ട് എൻ്റെ വണ്ടി ഓടിച്ചിട്ട് ഞാൻ ഇത് ഓടിച്ചപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കുള്ള ഒരു ഡൈവ് ഉണ്ടല്ലോ, അത് വളരെ കുറവാണ്. എൻ്റെ വണ്ടിയിൽ കുറച്ച് കൂടുതലാണ്. റീസൺ അതിൽ കുറച്ചുകൂടി ഓയിൽ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കത് ഉടനെ ഞങ്ങളത് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഞങ്ങൾ കയറി കുറച്ച് സമയം ഇവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് നേരെ തിരുവനന്തപുരത്തേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് എഴുതുക. അടുത്ത അപ്ഡേറ്റ്സ് ഉടനെ വരുന്നുണ്ട്. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.